നീനെ പറ്റിയാടാ പറഞ്ഞ മണ്ട. അയ്യോ കൊന്നല്ലോ മഹാപാപികളെ. എടാ അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യാ. ബാനർജി വരുന്നമ്മേ, വരുന്നു. മഹാപാപി അവരെ ദാരുണമായി കൊന്നല്ലോ. അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി, എനിക്കിത് വേണ്ടി യാതൊരു ബന്ധമില്ലേ. എന്നെ ഈ കുടുക്കല്ലേ. എന്താമേ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നത്? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ? നായടാ. നായ, നന്ദിയുള്ള നായ. ആ നായ അല്ലത്, അവിടെ നോക്ക്. ഈ നായോ? ഈ നായൊന്നും ഇവൻ കൊന്നില്ലല്ലോ. ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു. ഇവനാ പാല് കൊടുത്തേ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്തു കിടക്കുന്നു. ചത്തതല്ല, പാല് പിടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം പെടുത്തേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ. അതൊന്നുമില്ല, രാത്രി മുഴുവൻ കുരച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിതന്ത ദൂത് കൊടുത്താ. അതിനോ? ജിഗിരിതന്റെ ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരവും കലർന്ന പാല്. വെരി ഗുഡ്. നീ നന്നായി വരും. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം. അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി. എങ്ങനെയൊക്കെയോ മാത്രം വർക്കൗട്ട് ആക്കുവാ. ജഡ്ജിന് മുമ്പ് എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജിഗിർദന്ത തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജിഗിർദന്ത കൊടുത്തത്? എന്റെ തോക്കതിനെ വീണ് കിട്ടി, എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ച പോലെ അതിനെ പറ്റിച്ചു. ഓ തല എനിക്ക്. ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. വരുന്നു. അതിനോട് തിരിച്ചു വന്നോ? എങ്ങോ പോയി എന്താ ഇങ്ങനെ ഓടി നടക്കുന്ന ഭൂകമ്പം വന്ന മാതിരി? എന്തിനാ തിരിച്ചു വന്നു? ബാക്കി വെക്കാതെ എല്ലാം തിന്നു തീർക്കും. ഫോറിൻ ഗുരു തിരിച്ചു വന്നോ? ജർമ്മനി പോയി വന്നതിന് ശേഷം നീ നന്നായി പാടാൻ പഠിച്ചു കുട്ടപ്പ. എന്റെ പേര് കുട്ടപ്പൻ എന്നല്ല, ഇളയമാൻ. അതെന്താടാ ഇളയമാൻ? പേടമാൻ, പുള്ളിമാൻ പോലെ. ഇളയരാജയിൽ നിന്ന് ഇളയെ പറിച്ച് റഹ്മാനിൽ നിന്ന് മാനെ ഓടിച്ചോണ്ട് വന്ന് രണ്ടും ചേർത്ത് ഇളയ മാനാക്കി. അലിയ, പേര് മാറ്റിട്ട് കാര്യമില്ല. ഞാൻ വന്നില്ലേ, ഇനി ട്യൂൺ മാറ്റ്. എന്തിനാ ചിരിച്ചേ? താൻ പാടിയതില് ശ്രുതി ഒന്നും ശരിയല്ല. ശ്രുതിയോ? ആരാ നീ? അവൻ എന്റെ അളിയനാ, അസിസ്റ്റന്റ് അളിയാ. പാചകക്കാരൻ ശ്രുതിയെ പറ്റി പറയുന്നു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു വാക്ക് പറ. ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം. ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല. അവൻ ചിരിച്ചത് ഇഷ്ടമായില്ല. എന്നതാ ഇത്? ശ്രുതിയെ പറ്റി പറയുന്നോ നീ? മ്യൂസിക്കിനെ പറ്റി എന്നോട് പറയുന്നോ? എന്നാ ഗിത്താർ പിടി, വേഗം പാട്ട് പാട് നോക്കട്ടെ. നീ ലിസ്റ്റിനകത്ത് പെടും കേട്ടോ. ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് പേടിയില്ല. ഇപ്പൊ ഇവൻ പാടിയില്ലെങ്കിൽ ജഡ്ജിനോട് പറഞ്ഞ് ഗെറ്റ് ഔട്ട് ലിസ്റ്റിൽ ചേർക്കും. നിനക്ക് വരാനുള്ള വഴി തന്നെ. അതല്ല, നിന്നെ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ഇവനോട് പാടാൻ പറ, ഇല്ലെങ്കിൽ ഇവൻ ഗെറ്റ് ഔട്ട്. കൊള്ളാലോ. അതേ ട്യൂണ്. എല്ലാരും എന്തിനാ ഓടുന്നേ? നിന്റെ ജഡ്ജിയങ്കിൾ വന്നു. ഞാനാ മാമ. എഴുന്നേക്ക്. നീ എപ്പോഴാ ജർമ്മനിന്ന് വന്നത്? ഇന്ന് രാവിലെയാ മാമ. നീ എന്തിനാ എന്റെ കാലിൽ വീണത് മോനെ? ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലേ, അതിനു വേണ്ടിയാ.
ആരൊക്കെ ഈ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും എന്റെ താരക്ക് നീയാണ് ആ പയ്യൻ. താങ്ക് യു മാമ. എവിടെ ലൈൻ കൊടുക്കാൻ വയറ് കണക്ക് ചെയ്യുന്നേ? ലൈൻ കൊടുക്കാനല്ല, ലൈൻ കെടുത്താൻ. എടുത്താനോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെടുത്തേ. ഏത്? അത് ഇന്നാ ആ ടൈമർ എടുക്ക്. ടൈമർ ഇതാ. ഇത് എന്തിനാ? അലാറം വെക്കാനാ? നിന്നെ ഉണർത്താൻ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? 8:30 വരെ നീ ഉറങ്ങുമോ? രാവിലെ 7 മണിക്ക് ജഡ്ജ് ഡാർജിലിംഗ് പോകുന്ന അറിയില്ലേ? അതിനല്ലേ വണ്ടി വന്ന് കിടക്കുന്നേ. ആ വണ്ടിക്കടിയിൽ വെക്കാനാ ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നത്. ബോംബോ? അപ്പൊ വെടിവെക്കൽ മാത്രമല്ലേ പണി? കൊല്ലുന്നതിന്റെ പണി. എങ്ങനെ വന്നാലും എന്താ? കറക്റ്റ്, ന്യായമായ ചോദ്യം. അല്ല, എന്താ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നേ? കൈയടയാളം പതിയില്ലേ? ബുദ്ധിയുള്ള കൊലയാളിയാ. അതെ, ഇത്ര നേരം ഞാൻ എടുത്തു തന്നപ്പോ എന്റെ അടയാളം പതി. എന്താടാ ആ ബോംബ് വെച്ചതിന് തെളിവ് വേണ്ടേ? എണീറ്റ് വാ. അപ്പൊ നീ വെക്കുന്ന ബോംബ് ഞാൻ വെച്ച പോലെയാ? അയ്യോ, മിണ്ടാതെ കിടന്നാ മതിയായിരുന്നു. ഞാൻ തന്നെ വന്ന് കുടുങ്ങി. അരമണിക്കൂർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള തനിയെ സംസാരിക്കാൻ എണീറ്റ് വാ. ഞാൻ വണ്ടിക്കടിയിൽ പോവാം. നീ എന്റെ പുറകെ വന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. പോടാ. അയ്യോ, എത്ര തിരിച്ചു വന്നായിരുന്നാ? മാറൂ. അവിടുന്ന് ഇവനെന്താ കൊരങ്ങനേക്കാൾ മോശമായിട്ടാ ചാടുന്നത്? ഇതൊക്കെ കൊരങ്ങന്മാര് കണ്ട നാണക്കേട് കാരണം ഒരു ആത്മഹത്യ ചെയ്ത് കളയും. അതിരിക്കട്ടെ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. വീടിന്റെ പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. വേഗം പോയി നോക്ക്. വേഗം 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 പോ. സാർ, അവൻ വണ്ടിയുടെ ബോംബ് സെറ്റ് ചെയ്യുന്നു. പണി തുടങ്ങി കഴിഞ്ഞു. കുറ്റം എന്റെ തലയെ വെച്ചിട്ട് ബോംബ് വെക്കുമല്ലേ? എട്ടിനൊപ്പം എത്ര പേര് ആകുമോ? ഇവിടെയാണോ പോകുന്നേ? ഞാൻ അതിനല്ല. അയാള് വന്ന എന്നെ കണ്ടില്ലെന്ന് പറ. ആര്? അയാള് തന്നെ, ആ ഇളയമാൻ ലൂസ്. ഞാൻ പോയി ഒളിക്കട്ടെ. എവിടെ വിളിക്കാൻ? ആ വണ്ടിയുടെ അടിയിലും. അയ്യോ, അവിടെ തന്നെ പോയി വിളിക്കണോ? അയ്യോ, പോയി. അയ്യോ, നീ ഇവിടെ എന്തെടുക്ക? ഇവിടെ ഞാനാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച എന്നെ വന്നപ്പോ പഞ്ചറാക്കും. ജഡ്ജി നാളെ പോകാൻ പോകല്ലേ? അദ്ദേഹത്തിന് ആടിന്റെ സൂപ്പ് വേണമെന്ന് പറഞ്ഞു. എന്റെ മച്ചാനെ വെക്കാൻ അറിയാത്തോണ്ട് എന്നോട് വെക്കാൻ പറഞ്ഞ് ശല്യപ്പെടുത്തുക. എന്റെ കൈ മുറിഞ്ഞത് കാരണം ഗ്ലൗസ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും വിടുന്നില്ല. ഞാൻ വെളിയിലേക്ക് ഓടി വന്നപ്പോ ഈ വണ്ടി കണ്ടു. അടി കയറി വിളിച്ചതാ. ഇപ്പൊ കുട്ടി കണ്ടുപിടിച്ചു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഓക്കെ? ഉള്ളി പോയി രണ്ടുപേരും കൂടി എന്നാ ചെയ്യുവാ? അയ്യോ, നീയോ? അവളെ കണ്ടോ? എവളെ? എന്റെ വുഡ് ബി താരയെ. ആ, കണ്ടു. കണ്ടില്ല. കണ്ടോ? കണ്ടില്ലേ? കണ്ടടാ. എവിടെ പോയി? അത് ഇങ്ങനെ നേരെ പോയി അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങോട്ട് എന്തിനാ ഇങ്ങനെ പോയി അങ്ങോട്ട് ഓടിയേ? അതെനിക്കറിയത്തില്ല, പക്ഷെ അങ്ങോട്ടാ പോയത്. നേരെ തന്നെ പോവല്ലോ. അങ്ങനെയും പോവായിരുന്നു. ഹലോ ബേബി. വാട്ടാ ബഡി? എന്താ ഇനി ഒച്ച വെക്കാത്ത? ഞാനെന്തിനു ഒച്ച വെക്കണം? അകത്താരുമില്ലേ? ആരുമില്ലല്ലോ. എവിടെ പോയി കാണും? നീ ആരെയാ നോക്കുന്നേ? ഞാൻ അളിയനെ നോക്കുക. ശരി, ഞാൻ അപ്പുറത്ത് പോയി നോക്കാം. അളിയാ, എന്താ ഇത്? 2 വയസ്സത്തെ കുട്ടി തന്നെയാ. നീ ഉണ്ടല്ലോ 2 വശത്ത്. ഞാൻ ചുറ്റി വന്നതാ. ഞാൻ ഉരുണ്ട് വന്നതാ. നീ ആരോടാ സംസാരിക്കുന്നേ? നീയോ? അതെ, നീ താരയെ നോക്കി പോയപ്പോ വഴിയിൽ ആ റാസ്കലിനെ കണ്ടായിരുന്നു. ഏത് റാസ്കലിനെ? അവൻ തന്നെ എന്നെ എപ്പോഴും പറ്റിച്ച് കുറ്റിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്റെ അളിയൻ റാസ്കൽ. നീ അളിയനെ തിരയുന്നു, പക്ഷെ ഈ ഞാൻ എന്റെ പെണ്ണിനെ തിരയുന്നു. നീ എന്തിനാ തെരയുന്നേ? എന്റെ കഴിവ് തെളിയിക്കാനാ. എടാ, എന്താണേലും തെളിയിക്കാൻ നേരവും കാലമില്ലടാ. നിന്നെ പോലെ അറിവ് കെട്ട വൃത്തികെട്ട ബുദ്ധിയില്ലാത്ത കഴുതകൾക്ക്. ആരെ ചീത്ത പറയുന്നേ? ഞാൻ എന്റെ അളിയനെ ചീത്ത വിളിച്ചതാ. ഓ, കേട്ടോ നിന്റെ മച്ചാൻ നിന്നെ ചീത്ത പറയുന്നേ? സാരമില്ല, പാവല്ലേ. ഒരു ഡ്യൂറ്റ് സോങ് അവളെ കേൾപ്പിക്കണം എന്ന് ട്രൈ ചെയ്യുമ്പോ അവൾ എസ്കേപ്പ് ആയി പോകുന്നു. അത് ഇന്നലേക്ക് നാളെ കേൾപ്പിക്കാമല്ലോ. അവള് കേട്ടാലും ഇല്ലേലും നീ അത് കേൾക്കണം. ba ba ba
എന്താ അവിടെ ഒരു ശബ്ദം? അയ്യോ, ജഡ്ജി മാമൻ. അയ്യോ നീ ഇത്ര നേരം ഇത് എവിടെയായിരുന്നു? അകത്തായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? സെറ്റ് ചെയ്യുമായിരുന്നു. എന്ത് ബോംബ്. സെറ്റ് ചെയ്തോ? ഏത് ഗ്യാപ്പിലാടാ ചെയ്തേ? ഏത് ഗ്യാപ്പിച്ചതിലും നിനക്കെന്താടാ ബുദ്ധിയില്ലാത്തന്നെ, ബോധമില്ലാത്തന്നെ, റാസ്കൽ. നാളെ ആരുടെ ജീവൻ ആരെടുക്കുമെന്ന് നോക്കിക്കോടാ. പോകാം. വാ. അയ്യവേ. പണി കിട്ടി. നാളെ ദൂരെ നോക്കാം ഇത് അങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന്.